വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 19. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? പി.എൻ. പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. പി.എൻ. പണിക്കർ മരണപ്പെട്ടത് എന്ന്? 1995 ജൂൺ 19 പി.എൻ. പണിക്കർ മരണപ്പെട്ടത്. കേരളത്തിൽ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതൽ? 1996. മലയാള അച്ചടിയുടെ പിതാവ് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? പി.എൻ. പണിക്കർ. കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത് എന്നീ കവിതാ സമാഹാരങ്ങളുടെ കർത്താവ് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാണ്? ജി. ശങ്കരക്കുറുപ്പ്. സാഹിത്യരംഗത്ത് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡ് ഏതാണ്? എഴുത്തച്ഛൻ അവാർഡ്. പി.എൻ. പണിക്കരുടെ വായനയുമായി ബന്ധപ്പെട്ട സന്ദേശം എന്താണ്? വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. പി.എൻ. പണിക്കർ ജനിച്ചത് എപ്പോഴാണ്? 1909 മാർച്ച് 1. കേരളത്തിലുടനീളം വായനശാലകൾ ആരംഭിച്ചത് ആരുടെ ശ്രമഫലമായിട്ടാണ്? പി.എൻ. പണിക്കരുടെ ശ്രമഫലമായിട്ടാണ് കേരളത്തിലുടനീളം വായനശാലകൾ ആരംഭിച്ചത്. പി.എൻ. പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പുതുവയിൽ നാരായണ പണിക്കർ. കൃഷ്ണഗാഥയുടെ കർത്താവ് ആര്? ചെറുശ്ശേരി. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗ്രീക്ക് സാഹിത്യം. ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതെല്ലാമാണ്? ഇലിയഡ്, ഒഡീസി എന്നിവയാണ് ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ. ദേശീയ വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏത്? 2017 മുതൽ. ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആര്? നരേന്ദ്രമോദി. പി.എൻ. പണിക്കർ ജനിച്ചത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂർ എന്ന സ്ഥലത്താണ് പി.എൻ. പണിക്കർ ജനിച്ചത്. പി.എൻ. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം? 2004 ജൂൺ 19. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂർ തുഞ്ചൻപറമ്പ്. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാവാരമായി ആചരിക്കുന്നത് ഏത് ദിവസങ്ങളിൽ ആണ്? ജൂൺ 19 മുതൽ 25 വരെയാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാവാരമായി ആചരിക്കുന്നത്. മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവലായ ഭാസ്കരമേനോൻ എഴുതിയത് ആരാണ്? അപ്പൻ തമ്പുരാൻ. വർത്തമാന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? പാറമേക്കൽ തോമാ കത്തനാർ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? വർത്തമാന പുസ്തകം. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? വി. അയ്യപ്പൻ. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആര്? ഉള്ളൂർ എസ്. പരമേശ്വരയ്യർ. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്?
PN പണിക്കർ. എലിപ്പത്തായം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആര്? ശാന്തി പ്രസാദ് ജെയിൻ. രാത്രിമഴ എന്ന കവിത രചിച്ചതാര്? സുഗതകുമാരി. സൂരി നമ്പൂതിരിപ്പാട് ഏത് നോവലിലെ കഥാപാത്രമാണ്? ഇന്ദുലേഖ. മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ ആര്? KP കേശവമേനോൻ. 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘം രൂപവത്കരിച്ചത് ആര്? PN പണിക്കർ. കുറത്തി എന്ന കവിതയുടെ രചയിതാവ് ആര്? കടമ്മനിട്ട. അമ്മ എന്ന റഷ്യൻ നോവൽ രചിച്ചത് ആരാണ്? മാക്സിം ഗോർക്കി. അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏത്? സാഹിത്യലോകം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരി ആര്? P. വത്സല. 2021 വയലാർ പുരസ്കാരം ലഭിച്ച മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ബെന്യാമിൻ. 2020 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആര്? ആസാമീസ് കവിയായ നീൽമണി ഫൂക്കൻ ആണ് 2020 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. 2021 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഗോവൻ നോവലിസ്റ്റ് ആര്? ദാമോദർ മൗസോ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച 6ാമത്തെ മലയാളി ആര്? ഡോക്ടർ M. ലീലാവതി. ബാലസാഹിത്യ പുരസ്കാരമായ പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് ലഭിച്ച മലയാളി ആര്? പ്രൊഫസർ S. ശിവദാസ്. 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ബുധിനി എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? സാറ ജോസഫ്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളത്തിലെ മികച്ച കൃതി ഏത്? ഹൃദയരാഗങ്ങൾ. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ബാലസാഹിത്യ കൃതിയായ അവർ മൂവരും ഒരു മഴവില്ലും എന്ന കൃതിയുടെ രചയിതാവ് ആര്? രഘുനാഥ് പാലേരി. 2021 സരസ്വതി സമ്മാനം ലഭിച്ച ഹിന്ദി കവി ആരാണ്? ഡോക്ടർ രാംധരഷ് മിശ്ര. 2021 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ടാൻസാനിയൻ സാഹിത്യകാരൻ ആര്? അബ്ദുൾ റസാഖ് ഗൂർണ. PN പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത്? ക്രൂപ്സ്കായ അവാർഡ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം ഇത് ആരുടെ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്? മലയാളം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഗ്രന്ഥാലോകം. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാര്?
ചെമ്മനം ചാക്കോ. നീർമാതളം പൂത്ത കാലം എന്ന കൃതി എഴുതിയത് ആര്? മാധവിക്കുട്ടി. രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആര്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ. ഇത് ആരുടെ വരികൾ? കുഞ്ഞുണ്ണി മാഷ്. സാരേ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉറുദു ഭാഷ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളീ നിങ്ങളെ താൻ. ആരുടേതാണ് ഈ വരികൾ? കുമാരനാശാൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? വാസനാവികൃതി. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചത് ആര്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേരെന്ത്? നാഷണൽ ബുക്ക് സ്റ്റാൾ. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആര്? ONV കുറുപ്പ്. യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആര്? ലിയോ ടോൾസ്റ്റോയ്. 1972 നിരൂപണ പഠന സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നാടകദർപ്പണം എന്ന കൃതി രചിച്ചത് ആരാണ്? NN പിള്ള. കുമാരനാശാൻ്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിൽ? മിതവാദി. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? ജോർജ് വർഗീസ്. റീഡിംഗ് എന്നതിൽ ഈ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇലക്ട്രോണിക്. MT വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? 1958. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? MK മേനോൻ. വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം ഏതാണ്? വിശുദ്ധ ഖുർആൻ. PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്ത്? സനാതനധർമ്മം. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? PC ഗോപാലൻ. ദേവകി നിലയങ്ങോടിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? നഷ്ടബോധങ്ങളില്ലാതെ. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? അബ്ദുൽ കലാം ആസാദ്. ഹരിപ്രസാദ് ചൗരസ്യ ഈണത്തിലാണ് പ്രാവീണ്യം നേടിയിരിക്കുന്നത്? ഓടക്കുഴൽ. ഇന്ത്യയിൽ സാഹിത്യമേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ജ്ഞാനപീഠം. വാസ്തുഹാര എന്ന ചെറുകഥയുടെ രചയിതാവ് ആര്? ശ്രീരാമൻ. ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആര്? KR മീര. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാര്? സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? എറണാകുളം ജില്ലയിലെ ദേശസേവിനി ഗ്രാമീണ വായനശാല.
തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷൻ്റെ മുദ്രാവാക്യം എന്താണ്? വായിച്ചു വളരുക. ചെമ്മീൻ എന്ന നോവലിന് പശ്ചാത്തലമായ കടപ്പുറം ഏത്? പുറക്കാട്. പുരാതന കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ ലൈബ്രറി ഏതാണ്? അലക്സാണ്ട്രിയയിലെ ഗ്രേറ്റ് ലൈബ്രറി. കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? സ്വാതി തിരുനാൾ. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? സെപ്റ്റംബർ 14. കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്നാണ്? 1945 സെപ്റ്റംബർ 14 അമ്പലപ്പുഴയിൽ. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? S.R. രംഗനാഥൻ. S.R. രംഗനാഥൻ എന്നാണ് ജനിച്ചത്? 1892 ഓഗസ്റ്റ് 12. ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ്? ഓഗസ്റ്റ് 12. S.R. രംഗനാഥൻ്റെ ജന്മദിനമാണ് ദേശീയ ലൈബ്രറിയൻ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ലൈബ്രറി ഏത്? പാർലമെൻറ്റ് ലൈബ്രറി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. ഇത് ആരുടെ വരികളാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? തകഴി ശിവശങ്കരപ്പിള്ള. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. കുമാരനാശാൻ്റെ ഏതു കവിതയിൽ നിന്നെടുത്തതാണ് ഈ വരികൾ? ചണ്ഡാല ഭിക്ഷുകി. മലയാളത്തിലെ പഴഞ്ചൊൽമാല എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. മലയാള ലിപി ആദ്യമായി അച്ചടിച്ച ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്ന്? ആംസ്റ്റർഡാം. ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ ഏത്? അഗ്നിസാക്ഷി. മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥം ഏതാണ്? കേരള സാഹിത്യ ചരിത്രം. ഓർമ്മകളുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ലിപി ഏത്? ദേവനാഗിരി. ആദ്യ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ശൂരനാട്ടു കുഞ്ഞൻ പിള്ള. P.N. പണിക്കർ സ്ഥാപിച്ച പ്രധാന സംഘടന ഏതാണ്? കേരള ഗ്രന്ഥശാല സംഘം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ജൂൺ 19 മുതൽ ജൂൺ 25 വരെയുള്ള ആഴ്ച ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വായനാവാരം. ലോക പുസ്തക ദിനം വേൾഡ് ബുക്ക് ഡേ ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 23. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പ്രശസ്ത തമിഴ് കവിയും ഗാനരചയിതാവുമായ R. വൈരമുത്തുവിനാണ് 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പ്രശസ്തനായ ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലക്കാണ് 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്.